അധ്യായത്തിലെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ എന്നിവയാണ്. ആദ്യമായിട്ട് ഫെർട്ടിലൈസേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്. മെയിൽ ഗമീറ്റിൻ്റെയും മെയിൽ ഗമീറ്റായ സ്പേം സെൽസിൻ്റെയും ഫീമെയിൽ ഗമീറ്റായ ഓവവും ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. അപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുമ്പോൾ മെയിൽ ഫീമെയിൽ യൂണിയനെ സാധാരണ പറയുന്ന ടേമാണ് കോപ്പുലേഷൻ അഥവാ കോയിറ്റസ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ കോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് മെയിൽ ഓർഗാനിസംസ് ഫീമെയിലിൻ്റെ ജനൈറ്റൽ ട്രാക്റ്റിനകത്തേക്ക് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ സെമൻ എന്താണെന്നുള്ളത് നേരത്തെ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ സെമൻ എന്ന് പറയുന്നത് സ്പെർമറ്റോസൈറ്റ്സ് സ്പേം സെൽസും അതുപോലെ തന്നെ അക്സസറി ഗ്ലാൻസായ സെമിനൽ വെസിക്കിൾസ് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് തുടങ്ങിയ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ഒക്കെ കൂടെ ചേർന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് മെയിൽ ഫീമെയിൽ യൂണിയൻ നടക്കുന്ന സമയത്ത് പെനിസിൽ നിന്നും യുറീത്ര വഴി സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫീമെയിലിൻ്റെ ജനൈറ്റൽ ട്രാക്റ്റിനകത്തേക്ക് എക്സ്പെഷ്യലി ദാറ്റ് ഈസ് വജൈനയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ എത്തിച്ചേരുന്ന സ്പേംസ് ഇവിടെ സെർവൈക്കൽ കനാൽ വഴി സെർവിക്സ് വഴി യൂട്രസിനകത്തേക്ക് എത്തിച്ചേരുകയും അത് ഇതുവഴി മൂവ് ചെയ്ത് ഈ ട്യൂബ് പേര് നിങ്ങൾക്കറിയാം, ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റിനകത്തേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഓവിഡക്റ്റിൻ്റെ ഡിഫറൻറ്റ് പാർട്സ് പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടാവും. ഫിംബ്രിയെ, ഇൻഫൻറ്റിബുലം, ആംബുല, ഇസ്മസ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഈ ഇസ്മസും ആംബുലയും കൂടെ ചേരുന്ന ഈ പോർഷൻ, ഇസ്മസും ആംബുലയും കൂടെ ചേരുന്ന ഈ പോർഷൻ, ആ ചേരുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷൻ. ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷൻ എന്ന് പറയുന്ന പാർട്ടാണിത്. ഈ പാർട്ട് ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷൻ. ഇവിടെ വെച്ചാണ് മനുഷ്യരിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ പേര് പ്രത്യേകം ഓർമ്മിക്കുക. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷൻ. അപ്പോൾ നോർമലി നമ്മൾ ഓവിഡക്റ്റിനകത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് പറയുമെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവിടെ ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പിക്ചറിൽ നമുക്കിങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതാ യൂട്രസിനകത്തുകൂടെ സ്പേം സെൽസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെ ഓവറി ഉണ്ട്. ഓവറിയിൽ നേരത്തെ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചു. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേയിൽ ഓവുലേഷൻ നടക്കും. അപ്പോൾ ഓവുലേഷൻ നടന്നിട്ട് പുറത്തേക്ക് വരുന്ന ഓവം, ആ ഓവും ഈ ഓവിഡക്റ്റിനകത്തുകൂടെ സഞ്ചരിച്ച് ഈ പോർഷനിലെത്തും, ആംബുല ഇസ്ത്മിക് ജംഗ്ഷൻ. അപ്പോൾ ഈ ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷനിൽ ഒരേ സമയത്ത് എത്തുമ്പോൾ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കാറുള്ളൂ. നോർമലി ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ അത് സെൽ ഡിവിഷൻ നടന്നിട്ട് അത് യൂട്രസിനകത്ത് എത്തിച്ചേർന്ന് ഇംപ്ലാന്റേഷൻ നടക്കേണ്ട ദിവസമാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടക്കാതെ അത് പോകും. അപ്പോൾ അതുകൊണ്ട് ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ്, എല്ലാ സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്തും സ്പേം റിലീസ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് റിലീസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ എഗ്ഗ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലും അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ അത് വിജയകരമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ദാറ്റ് ഈസ് ദ റീസൺ വൈ നോട്ട് ആൾ കോപ്പുലേഷൻസ് ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. അപ്പോൾ എല്ലാ സ്ത്രീ പുരുഷ ബന്ധവും ഫെർട്ടിലൈസേഷൻ നടക്കുകയും അതോടെ പ്രഗ്നൻസി ആവുകയും അല്ലെങ്കിൽ ഫീമെയിൽ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓവവും സ്പേമും ഒരേ സമയത്ത്
ഈ ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷനിലെത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ആ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എംബ്രിയോ ഇംപ്ലാന്റേഷന് വിധേയമാവുകയും ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നാലും ഇംപ്ലാന്റേഷൻ നടക്കാതെ അത് പുറത്തേക്ക് പോവുകയാണ് സംഭവിക്കുക. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാ കോപ്പുലേഷൻസും അത് ഫെർട്ടിലൈസേഷന് കാരണമാകുന്നില്ല. ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് ദ ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി ടു ദ ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷൻ. ഒരേ സമയത്ത് ഓവവും സ്പേമും ആംബുലറി ഇസ്ത്മിക് ജംഗ്ഷനിൽ എത്തുന്ന കോപ്പുലേഷൻസ് മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടന്ന് അത് ഇംപ്ലാന്റേഷൻ നടന്ന് പ്രഗ്നൻസിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രത്യേകം ഒന്ന് ഓർമ്മിച്ചു കൊള്ളുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എന്താണെന്നറിയാം. ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഓവത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓവത്തിൻ്റെ പുറത്തായിട്ട് ഇമ്മീഡിയറ്റായിട്ട് കവർ ചെയ്തുകൊണ്ട് ഒരു ലെയറുണ്ട്. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് സോണ പെല്ലൂസിഡ. സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയറുണ്ട്. അതുപോലെ തന്നെ അതിനെ ചുറ്റി സറൗണ്ട് ചെയ്തുകൊണ്ട് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഫോളിക്കിൾ സപ്പോർട്ടിംഗ് സെൽസും ഉണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് നേരത്തെ സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും. സ്പേമിന് ഈ ഭാഗത്തായിട്ട് ഹെഡിലായിട്ട് ഒരു ക്യാപ്പിലേക്ക് സ്ട്രക്ചറുണ്ട്. എന്താ അതിൻ്റെ പേര്? അക്രോസോം. അക്രോസോമിനകത്ത് ധാരാളം എൻസൈംസ് ഉണ്ട് വിച്ച് ഹെൽപ്പ് ഫോർ ഫെർട്ടിലൈസേഷൻ, എസ്പെഷ്യലി ഹയാലൂറോണിഡേസ്. അപ്പോൾ ആ എൻസൈംസ് ഈ കൊറോണ റേഡിയേറ്റ സെൽസ് ലൂസൺ ചെയ്യാനും അതുപോലെ തന്നെ ഈ സോണ പെല്ലൂസിഡ ലെയർ പെനിട്രേറ്റ് ചെയ്യാനും ഈ എൻസൈം സഹായിക്കും. അപ്പോൾ ഈ പെനിട്രേറ്റ് ചെയ്തിട്ട് സ്പേമിൻ്റെ ഹെഡാണ് ഓവത്തിനകത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എ സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോണ പെല്ലൂസിഡ ലെയർ ഓഫ് ദ ഓവം ആൻഡ് ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ ദാറ്റ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേംസ്. അപ്പോൾ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്, ഒരു കോപ്പുലേഷൻ നടക്കുന്ന സമയത്ത് മില്യൺസ് ഓഫ് സ്പേംസ് ആണ് യൂട്രസിനകത്തേക്ക് എത്തുന്നത്. അതിൽ ഓൺലി വൺ സ്പേം, ഒരേ ഒരു സ്പേം മാത്രമാണ് എഗ്ഗിനകത്തേക്ക് കടന്ന് ഫെർട്ടിലൈസേഷന് വിധേയമാകുന്നത്. അപ്പോൾ ഒരു സ്പേമിൻ്റെ ഹെഡ് ഈ ഓവത്തിനകത്തേക്ക് കടന്നാൽ ഉടൻ തന്നെ ഇവിടെ ഈ ലെയർ ഒരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിനായിട്ട് മാറുകയും പിന്നെ അഡീഷണൽ എൻട്രി ഓഫ് സ്പേംസ് നടക്കാതെ ഈ സോണ പെല്ലൂസിഡ ലെയർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. Thus it ensures that only one sperm can fertilize an ovum. The secretion of the acrosome helps the sperm enter into the cytoplasm of the ovum through the സോണ പെല്ലൂസിഡ ആൻഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ അക്രോസോമിൻ്റെ റോൾ അവിടെയാണ്. ധാരാളം എൻസൈംസ് അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ എൻസൈംസ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. ഒരേ ഒരു സ്പേം മാത്രം അകത്തേക്ക് കടക്കുകയും മറ്റ് സ്പേംസ് ഒന്നും അകത്തേക്ക് കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയറായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്ന് സ്പേമിൻ്റെ ഹെഡ് ഇതിനകത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് ശരിക്കും ഊജനിസിസ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഊജനിസിസിൻ്റെ ഘട്ടങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ പ്രൈമറി ഊസൈറ്റ്, സെക്കൻഡറി ഊസൈറ്റ്, പിന്നെയാണിത് മെച്യൂർ സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴാണ് ഇവിടെ സെൽ ഡിവിഷൻ ഇവിടെ പൂർത്തിയാകുന്നത്. The entry of a sperm induces the completion of second meiotic division and second polar body is released. ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഇവിടെ മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആവുകയും സെക്കൻഡ് പോളാർ ബോഡി ഇവിടെ റിലീസാവുകയും ചെയ്യുന്നത്. ഫസ്റ്റ് പോളാർ ബോഡി നേരത്തെ ഇവിടെ റിലീസാവുന്നുണ്ട്. അതിൽ നിന്നും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോഴാണ് സെക്കൻഡ് പോളാർ ബോഡി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഊജനിസിസ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷനോടുകൂടി മാത്രമാണ് ആ സെൽ ഡിവിഷൻ പൂർണ്ണമായിട്ടും പൂർത്തിയാകുന്നത്. ഇനി അടുത്ത് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്
കുഞ്ഞ് ആണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാദർ നോട്ട് ബൈ ദ മദർ. അപ്പോൾ സെക്സ് ഓഫ് ദ ബേബി മീൻസ് കുട്ടിയുടെ ലിംഗനിർണ്ണയം. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പ്രധാന ഉത്തരവാദി കുട്ടിയുടെ ഫാദറാണോ മദറാണോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോമസോമുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോംസിൻ്റെ എണ്ണം 46 ക്രോമസോംസ് ആണ്. ആ 46 ക്രോമസോംസിൽ 44 ക്രോമസോംസ് ആട്ടോസോംസ് ആണ്. 2 ക്രോമസോംസ് എക്സ് ക്രോമസോംസ് ആണ്, സെക്സ് ക്രോമസോംസ് ആണ്. അപ്പോൾ ആ സെക്സ് ക്രോമസോംസിൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും എക്സ് ക്രോമസോം, ഒരുപോലത്തെ ക്രോമസോംസ് ആണ്. അത് രണ്ടിനെയും XX ക്രോമസോംസ് എന്ന് വിളിക്കും. മെയിൽസിനെ സംബന്ധിച്ച് ഒരു ക്രോമസോം ഡിഫറൻ്റ് ആണ്, അത് Y ക്രോമസോമാണ്. അപ്പോൾ ഒരു എക്സ് ക്രോമസോം ഫീമെയിലിൽ കാണുന്ന അതുപോലത്തെ ഒരു എക്സ് ക്രോമസോം മെയിലിലുണ്ട്. സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്രോമസോം കൂടെ മെയിലിലുണ്ട്. ആ ക്രോമസോമാണ് Y ക്രോമസോം. അപ്പോൾ ഇവിടെ ഗമീറ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഫാദറിൽ നിന്നും സ്പേം സെൽസ് ഉണ്ടാകുമ്പോൾ 2 ടൈപ്പ് സ്പേം സെൽസ് ഉണ്ടാകും. ഒരു സ്പേം സെല്ലിൽ 23 ക്രോമസോമാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ 22 ക്രോമസോം ആട്ടോസോംസും ഒരു ക്രോമസോം എക്സ് ക്രോമസോം അല്ലെങ്കിൽ Y ക്രോമസോം ആയിരിക്കും. അപ്പോൾ ഒരു സ്പേം സെല്ലിൽ ഒന്നുകിൽ എക്സ് ക്രോമസോം ആയിരിക്കും അല്ലെങ്കിൽ Y ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ടൈപ്പ് ക്രോമസോമാണ് സെക്സ് ക്രോമസോം, രണ്ടും എക്സ് ക്രോമസോംസ് ആണ്. അപ്പോൾ ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിൽ ഒരു ടൈപ്പ് സെക്സ് ക്രോമസോമേ കാണത്തുള്ളൂ, എക്സ് ക്രോമസോം മാത്രം. എന്നാൽ മെയിൽസിലാണെങ്കിൽ എക്സ് ക്രോമസോംസും കാണും, Y ക്രോമസോംസും കാണും. അപ്പോൾ മെയിൽസിൽ നിന്നുമുള്ള ഒരു എക്സ് ക്രോമസോമുള്ള ഒരു സ്പേമും ഫീമെയിലിൽ നിന്നും എക്സ് ക്രോമസോമുള്ള ഒരു എഗ്ഗും ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി പെണ്ണായിരിക്കും, ഡോട്ടറായിരിക്കും, XX. എന്നാൽ അച്ഛനിൽ നിന്നും കിട്ടുന്നത് Y ക്രോമസോമും അമ്മയിൽ നിന്നും കിട്ടുന്നത് എക്സ് ക്രോമസോമും ആണെങ്കിൽ അവിടെ XY മെയിലായിരിക്കും, ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ, ബോയ് ആണോ ഗേളാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി അമ്മയല്ല അച്ഛനാണ്. അപ്പം അച്ഛനിൽ നിന്നും കിട്ടുന്ന ഈ Y ക്രോമസോമാണ് കുട്ടി ആണാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അമ്മയിൽ നിന്നും ഒരു ടൈപ്പ് ക്രോമസോംസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ദാറ്റ് ഈസ് എക്സ് ക്രോമസോം. അപ്പം അച്ഛനിൽ നിന്നും എക്സ് ക്രോമസോമും അമ്മയിൽ നിന്നും എക്സ് ക്രോമസോമാണെങ്കിൽ കുട്ടി പെൺകുഞ്ഞായിരിക്കും. അച്ഛനിൽ നിന്നും Y ക്രോമസോമും അമ്മയിൽ നിന്നും എക്സ് ക്രോമസോമും ആണെങ്കിൽ കുട്ടി XY ആൺകുഞ്ഞായിരിക്കും. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടും റെസ്പോൺസിബിൾ ആകുന്നത് ഫാദറാണ്, മദറല്ല. ഇപ്പോൾ പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ ഇത് സ്ലൈഡിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. The chromosome pattern in the human female is XX and that in male is XY. ഫീമെയിലിൻ്റെ ക്രോമസോം XX ആണ്, മെയിലിൻ്റെത് XY ആണ്. ഫീമെയിൽസ് പ്രൊഡ്യൂസ് ഗാമീറ്റ്സ് വിത്ത് ഓൺലി എക്സ് ക്രോമസോംസ്. ഫീമെയിൽസ് എക്സ് ക്രോമസോമുള്ള ഗാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. മെയിൽ പ്രൊഡ്യൂസ് ഗാമീറ്റ്സ് വിത്ത് എയ്തർ എക്സ് ഓർ Y ക്രോമസോംസ്. എക്സ് ക്രോമസോം അല്ലെങ്കിൽ Y ക്രോമസോമുള്ള ഗാമീറ്റാണ് മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 50% of male gametes carry X chromosomes and 50% carry Y chromosomes. മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റിൻ്റെ പകുതി എക്സ് ക്രോമസോം ഉള്ളതും പകുതി Y ക്രോമസോം ഉള്ളതുമായിരിക്കും. The XY zygote will be formed if the Y chromosome carrying male gamete fuses with the X gamete of female. അപ്പോൾ Y ക്രോമസോമുള്ള മെയിൽ ഗമീറ്റും എക്സ് ക്രോമസോമുള്ള ഫീമെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ XY സൈഗോട്ട് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടി മെയിലായിരിക്കും. ആൻഡ് ദ ചൈൽഡ് ദസ് ഫോംഡ് ഈസ് മെയിൽ. ഇനി ഫീമെയിൽ ചൈൽഡ് വിൽ ബോൺ ഫ്രം എക്സ് സൈഗോട്ട് ഇഫ് ദ എക്സ് ഗമീറ്റ് ഓഫ് ഫീമെയിൽ ഫീസസ് വിത്ത് എക്സ് ഗമീറ്റ് ഓഫ് മെയിൽ. അപ്പോൾ ഫീമെയിൽ ചൈൽഡ് ഉണ്ടാകുന്നത്
ഫീമെയിലിൻ്റെ എക്സ് ഗമീറ്റും മെയിലിൻ്റെ എക്സ് ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ XX ഫീമെയിൽ ചൈൽഡ് ഉണ്ടാകും. Thus, the sex of the baby is determined by the X and Y chromosome of the father. അതായത് സെക്സ് ഡിറ്റർമിനേഷന് പ്രധാനപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഫാദറാണ് രണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഓവം അല്ലെങ്കിൽ എഗ്ഗ്. ഇത് സ്പേം സെൽസ്. ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സ്പേം സെൽസ് എത്തുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പിക്ചറിലേക്ക് ശ്രദ്ധിക്കാം. ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഓവം അത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് ഇവിടെ ആംബുലറി ഇസ്മിക് ജംഗ്ഷനിലെത്തുന്നു. അതേ സമയത്ത് തന്നെ സ്പേം സെൽസും ഇവിടെ എത്തുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സിംഗിൾ സെല്ല്, അതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് എന്ന് പറയുന്നു. ഈ സൈഗോട്ട് എടുത്ത് സെൽ ഡിവിഷന് വിധേയമാകുന്നു. അപ്പോൾ എംബ്രിയോയിൽ നടക്കുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ക്ലീവേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. പടത്തിൽ കാണുന്നത് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. 2 സെൽ സ്റ്റേജ് ബ്ലാസ്റ്റോമിയേഴ്സ്. 2 സെല്ല്, അടുത്ത 4 സെല്ലാകുന്നു, 8 സെല്ലാകുന്നു, 16 സെല്ലാകുന്നു. അപ്പോൾ 8 to 16 സെൽഡ് സ്റ്റേജ് വരുന്ന ബ്ലാസ്റ്റോമിയേഴ്സിനെ മറ്റൊരു പേരിൽ വിളിക്കും. അത് മോറുല എന്നാണ് അറിയപ്പെടുന്നത്. മോറുല. 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ഇസ് കാൾഡ് മോറുല. അപ്പോൾ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്ത് അത് യൂട്രസിനകത്ത് ഇംപ്ലാന്റേഷൻ്റെ ഘട്ടം എത്തുമ്പോഴത്തേക്കും അത് അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സ്റ്റേജിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിക്ചറിൽ നോക്കിയാൽ ഇവിടെ കാണാം. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണ് ഇംപ്ലാന്റേഷൻ വിധേയമാകുന്നത്. അപ്പോൾ സൈഗോട്ടിൽ നടക്കുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ക്ലീവേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡോട്ടർ സെൽസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കാൾഡ് മോറുല. സെൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്തത് മാറുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇവിടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പടത്തിൽ ലെയേഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ്, ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇന്നർ ലെയർ, ഇവിടെ കുറേ സെല്ല് ഇവിടെ കാണാം. ഇന്നർ സെൽമാസ് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയർ. അതിൻ്റെ ഇന്നർ ലെയർ ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽമാസ്. അപ്പോൾ ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ അടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അത് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കും. ഇതിനകത്തുള്ള ഈ ഇന്നർ സെൽമാസാണ് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നത്, കുഞ്ഞായിട്ട് മാറുന്നത്. ട്രോഫോബ്ലാസ്റ്റ് എംബ്രിയോയെ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ട് ഇവിടെ മാറും. The trophoblast layer gets attached to the endometrium and the inner cell mass gets differentiated as the embryo. After attachment, the uterine cells divide rapidly and covers the blastocyst. അപ്പോൾ ഇവിടെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ എൻഡോമെട്രിയൽ സെൽസ് ഡിവൈഡ് ചെയ്ത് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ അതിനകത്തേക്ക് അങ്ങാക്കും. കവേഴ്സ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ബിക്കംസ് എംബഡഡ് ഇൻ ദ എൻഡോമെട്രിയം. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അങ്ങ് പൂർണ്ണമായിട്ടും ഉറച്ചിരിക്കും. അപ്പോൾ ആ സ്റ്റേജിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമേ അത് പ്രഗ്നൻസിയിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇംപ്ലാന്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻഡോമെട്രിയൽ സെൽസ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പുറത്തുകൂടെ ഡിവൈഡ് ചെയ്ത് ഇതിനെ കവർ ചെയ്ത് അതവിടെ പിടിച്ചു വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു വയ്ക്കുന്ന ആ പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴാണ് അത് പ്രഗ്നൻസിയിലേക്ക് നയിക്കുന്നത്.
അപ്പോൾ ആ സ്റ്റേജസ് നമുക്കൊന്നുകൂടെ പറയാം. ഒന്ന് ക്ലീവേജ് ഈസ് ദ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ട്. സൈഗോട്ടിൽ നടക്കുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ദ സെൽസ് ഫോംഡ് ഡ്യൂറിങ് ക്ലീവേജ്. ക്ലീവേജിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സെല്ലുകളാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. മോറുല, ദ എംബ്രിയോ വിത്ത് 8 to 16 സെൽഡ് സ്റ്റേജ് ഈസ് കാൾഡ് മോറുല. ട്രോഫോബ്ലാസ്റ്റ്, ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇന്നർ സെൽ മാസ്, ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ് അറ്റാച്ച്ഡ് ടു ദ ട്രോഫോബ്ലാസ്റ്റ്. അപ്പോൾ ഈ ടേംസുകൾ പ്രത്യേകം ഓർമ്മിക്കുക. ക്ലീവേജ്, ബ്ലാസ്റ്റോമിയേഴ്സ്, മോറുല, ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ്. അപ്പോൾ സെൽ ഡിവിഷനാണ് ക്ലീവേജ്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സെല്ലാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. 8 to 16 സെൽഡ് സ്റ്റേജാണ് മോറുല. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇന്നർ കാണുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് അടുത്ത ഡെവലപ്മെൻറ്റൽ ഘട്ടത്തിലേക്ക് നോക്കാം. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എൻഡോമെട്രിയത്തിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് നന്നായിട്ട് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു എംബ്രിയോണിക് ലെയേഴ്സ് ഇവിടെ മെംബ്രെയിൻസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. എംബ്രിയോയെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആംനിയോൺ എന്ന് പറയുന്ന ഒരു ആംനിയോൺ എന്ന് പറയുന്ന ഒരു എംബ്രിയോണിക് മെംബ്രെയിൻ ഉണ്ടാവും. അതുപോലെ ഇതാ ഇവിടെ യോക്സാക്ക് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കോറിയോൺ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നെ അങ്ങോട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ട്രോഫോബ്ലാസ്റ്റിൽ ഡെവലപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. അപ്പോൾ വില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻഡസ്റ്റൈനകത്തുള്ള വില്ലൈ. അപ്പോൾ അതുപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഡെവലപ്ഡ് ഇൻ ദ യൂട്രസ്, ദാറ്റ് ഈസ് നോൺ എസ് കോറിയോണിക് വില്ലൈ. അപ്പോൾ ആ കോറിയോണിക് വില്ലൈ ഡെവലപ്പ് ചെയ്യുന്ന കോറിയോൺ എന്ന് പറയുന്നത് ഒരു എംബ്രിയോണിക് മെംബ്രെയിനാണ്. കോറിയോണ്, യോക്സാക്ക്, അലൻറ്റോയിസ്, ആംനിയോൺ എന്നൊക്കെ പറയുന്നതൊക്കെ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ്. ആംനിയോൺ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനകത്താണ് ഇവിടെ എംബ്രിയോ കിടക്കുന്നത്. ആംനിയോൺ എന്ന് പറഞ്ഞ ഫ്ലൂയിഡിനകത്ത്. അപ്പോൾ ഇവിടെ ഈ കോറിയോണും അലൻറ്റോയിസും കൂടെ ചേർന്നാണ് ഇവിടെ പ്ലാസൻ്റ ഉണ്ടാകുന്നത്. പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഈ വില്ലൈ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാകുന്ന സ്ഥലത്തുണ്ടാകുന്നതാണ് പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ അതാണ് ഇവിടെ പ്ലാസൻ്റൽ വില്ലൈ എന്നിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോറിയോണിക് വില്ലൈ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ബിക്കം ഇൻ്റർഡിജിറ്റേറ്റഡ് വിത്ത് ഈച്ച് അതർ. നമ്മൾ കൈകൾ കോർത്ത് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഈ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് പരസ്പരം ബലമായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ അമ്മയുടെ ബ്ലഡ് വെസൽസും ഒക്കെ വന്ന് യുണൈറ്റ് ചെയ്യുന്ന ഒരു റീജിയനാണ് ഈ പ്ലാസൻ്റ എന്ന് പറയുന്ന റീജിയൻ. ദ കോറിയോണിക് വില്ലൈ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ബിക്കം ഇൻ്റർഡിജിറ്റേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ജോയിൻ്റ്ലി ഫോം എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി കാൾഡ് പ്ലാസൻ്റ. അപ്പോൾ പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഫിസിയോളജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബോഡി. അമ്മയുടെയും കുഞ്ഞും തങ്ങളിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷനാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിയോളജിക്കൽ കണക്ഷനുള്ള ഒരു ചരടാണ് ഇതാ കാണുന്നത് അംബിലിക്കൽ കോഡ്. അപ്പോൾ അംബിലിക്കൽ കോഡാണ് നമ്മൾ പൊക്കിൾ കൊടി എന്ന് നമ്മൾ പറയുന്നത്. പൊക്കിൾ കൊടി എന്ന് പറയുന്നത്. Placenta is the physiological connection between maternal and fetal body. Placenta is formed from chorion and allantois. So, human placenta is called chorioallantoic placenta. മനുഷ്യരുടെ പ്ലാസൻ്റ കോറിയോ അലൻറ്റോയിക് പ്ലാസൻ്റയാണ്. കാരണം കോറിയോൺ എന്ന് പറയുന്ന എംബ്രിയോണിക് മെംബ്രെയിനും അലൻറ്റോയിസ് എന്ന് പറയുന്ന എംബ്രിയോണിക് മെംബ്രെയിനും കൂടി ചേർന്നാണ്
ഇവിടെ ഈ പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ പ്ലാസൻ്റയെ കോറിയോ അലൻറ്റോയിക് പ്ലാസൻ്റ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇനി എന്തൊക്കെയാണ് പ്ലാസൻ്റയുടെ ഫങ്ഷൻസ്? അപ്പോൾ അമ്മയും കുഞ്ഞും തങ്ങളിലുള്ള ഒരു ഫിസിയോളജിക്കൽ കണക്ഷനാണ് പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്ന സമയത്തോളം കുഞ്ഞിന് എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. റെസ്പിറേഷൻ നടക്കണം, ഡൈജഷൻ നടക്കണം, എക്സ്ക്രീഷൻ നടക്കണം. ഈ എല്ലാ ആക്ടിവിറ്റീസും കുഞ്ഞിൻ്റെ ബോഡിയിൽ നടക്കണം, അമ്മയുടെ ബോഡിയിൽ നടക്കണം. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബോഡിയിൽ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എനർജി കുഞ്ഞിന് കിട്ടണം, ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് എല്ലാം കുഞ്ഞിന് കിട്ടണം. അപ്പോൾ അത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഈ അംബിലിക്കൽ കോഡ് വഴി, പ്ലാസൻ്റയിൽ നിന്നും അംബിലിക്കൽ കോഡ് വഴി കുഞ്ഞിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള എല്ലാ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും, നൈട്രോജീനസ് വേസ്റ്റുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ തുടങ്ങിയ എല്ലാ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സുകളും കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നതും ഈ പ്ലാസൻ്റ വഴിയാണ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് വെസൽസ് ഒരിക്കലും ഇവിടെ തങ്ങളിൽ മിക്സ് ചെയ്യുന്നില്ല. ഇത് പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസൻ്റയിൽ അമ്മയുടെ ബ്ലഡ് വെസലും കുഞ്ഞിൻ്റെ ബ്ലഡ് വെസലും പരസ്പരം ഇവിടെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുവഴി ഡിഫ്യൂഷൻ വഴിയാണ് ഈ മെറ്റീരിയൽസൊക്കെ കുഞ്ഞിന് കിട്ടുന്നതും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലാസൻ്റ ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ഫീറ്റസ്. ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ് ഇതെല്ലാം കുഞ്ഞിന് സപ്ലൈ ചെയ്യുന്നു. ഇറ്റ് പ്രിവെൻറ്റ് മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ്. രണ്ട് ബ്ലഡും തമ്മിൽ മിക്സ് ആകാതെ തടയുന്നു. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്ചേഞ്ച് ഗ്യാസസ് ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മദർ. കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നു, കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നൈട്രോജീനസ് വേസ്റ്റുകളുടെ എക്സ്ക്രീഷന് സഹായിക്കുന്നു. ഇതൊരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസൻ്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസൻ്റയിൽ നിന്നും ചില ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഹോർമോൺസുകളിൽ പ്രധാനപ്പെട്ടതാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഷോർട്ട് ഫോം HCG, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ HPL, ഈസ്ട്രോജൻസ് ഉണ്ട്, പ്രോജസ്റ്റോജൻസ് ഉണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന ഹോർമോൺസും ഉണ്ട്. അപ്പോൾ ഇവിടെ HCG എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിയുമ്പോൾ യൂറിനിൽ HCGയുടെ പ്രസൻസ് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് പ്രഗ്നൻ്റ് ആണോ എന്നറിയാൻ വേണ്ടി ആദ്യഘട്ടങ്ങളിൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ആ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും യൂറിനിൽ HCGയുടെ പ്രസൻസ് കാണുകയാണെങ്കിൽ അത് പ്രഗ്നൻസിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രസൻസ് ഓഫ് HCG ഇൻ യൂറിൻ ഇൻഡിക്കേറ്റ്സ് പ്രഗ്നൻസിയെ സൂചിപ്പിക്കുന്നു. പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ, ഈസ്ട്രോജൻ, പ്രോജസ്റ്റോജൻസ്. അപ്പോൾ പ്ലാസൻ്റയുടെ ഫങ്ഷൻസ് ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടതാണ്. ഇനി റിലാക്സിൻ എന്നൊരു ഹോർമോണിനെ പരിചയപ്പെടണം. റിലാക്സിൻ ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഈസ്ട്രോജൻസ് ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അതുപോലെ തന്നെ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് റിലാക്സിൻ. അത് പ്രധാനമായിട്ടും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം യൂട്രസ് പഴയ അവസ്ഥയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ. പേരോർക്കുക, റിലാക്സിൻ അതും ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഇനി പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ആ ടൈമിൽ ഒരുപാട് ഹോർമോൺസുകൾ അളവ് ബ്ലഡിൽ കൂടുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി ഈസ്ട്രോജൻസ്, പ്രോജസ്റ്റോജൻസ്, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ ഇതെല്ലാം ധാരാളം സെവറൽ ഫോൾസ് മെറ്റേണൽ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അമ്മയിലും ആവശ്യമായിട്ടുള്ള മെറ്റബോളിക് ചേഞ്ചസ്
നടന്ന് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാൻ ഈ ഹോർമോൺസുകളെല്ലാം അത്യാവശ്യമാണ്. അടുത്ത് നമുക്ക് എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് പരിചയപ്പെടാം. നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഇപ്പോൾ ട്രോഫോബ്ലാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ പഠിച്ചു നമ്മൾ. ബ്ലാസ്റ്റോസിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചു. ബ്ലാസ്റ്റോസിസ്റ്റിന് 2 പാർട്ടുണ്ട്. ഒരു ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് ലെയറും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ഇന്നർ സെൽ മാസ് ഉണ്ട്. അപ്പോൾ ഈ ഇന്നർ സെൽ മാസ് ആണ് അടുത്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറയുന്ന എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്കിവിടെ എംബ്രിയോണിക് ലെയേഴ്സ് കാണാം. എക്ടോഡേം ആണ് ഔട്ടർ ലെയർ, ഈ കാണുന്നതാണ് എക്ടോഡേം. മിഡിലിൽ കാണുന്നതാണ് മീസോഡേം, ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ് എൻഡോഡേം. അതുപോലെ നമുക്ക് ഈ പിക്ചറിൽ നേരത്തെ പറഞ്ഞ എംബ്രിയോണിക് മെംബ്രെയിൻസ് കാണാം. ആംനിയോൺ, യോക്സാക്ക് എന്ന് പറയുന്ന മെംബ്രെയിൻ ഇവിടെ കാണാം. കോറിയോൺ എന്ന് പറയുന്ന മെംബ്രെയിൻ അവിടെ കാണാം. അലൻറ്റോയ്സ് എന്ന് പറയുന്ന മെംബ്രെയിൻ കാണാം. നേരത്തെ പറഞ്ഞു കോറിയോണും അലൻറ്റോയ്സും കൂടി ചേർന്നിട്ടാണ് കോറിയോ അലൻറ്റോയിക് വില്ലൈ ഉണ്ടാകുന്നത്. ഹ്യൂമൻ പ്ലാസൻറ്റ ഈസ് ഡെവലപ്ഡ് ഫ്രം കോറിയോൺ ആൻഡ് അലൻറ്റോയ്സ്. ഇവിടെ കാണാം പ്ലാസൻറ്റ. അപ്പോൾ 3 എംബ്രിയോണിക് ലെയേഴ്സ് ഉണ്ട്: എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. എക്ടോഡേം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഭാവിയിൽ ഹെയർ, നെയിൽസ്, സ്കിന്ന്, നെർവസ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നത്. മീസോഡേമിൽ നിന്നാണ് സർക്കുലേറ്ററി സിസ്റ്റം, ലങ്സ്, സ്കെലിറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. എൻഡോഡേമിൽ നിന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിവർ, പാൻക്രിയാസ്, ലങ്സ് ഇവയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റിലുള്ള ഇന്നർ സെൽമാസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഇന്നർ സെൽമാസിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റെം സെൽസ്, which have the potency to give rise to all the tissues and organs. അപ്പോൾ ആ സ്റ്റെം സെൽസ് സ്റ്റേജിലുള്ള സെല്ലുകൾ ഏത് ഓർഗനും അല്ലെങ്കിൽ ഏത് ടിഷ്യൂ ആയിട്ടും ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളാണ് സ്റ്റെം സെൽസ് ലെയറിലുള്ളത്. അപ്പോൾ എംബ്രിയോണിക് ലെയേഴ്സിൻ്റെ പേരുകൾ മറക്കണ്ട. എക്ടോഡേം, മീസോഡേം, എൻഡോഡേം എന്നിവയാണ് എംബ്രിയോണിക് ലെയേഴ്സ്. ഇനി മേജർ ഫീച്ചേഴ്സ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അറ്റ് വേരിയസ് മന്ത്സ് ഓഫ് പ്രഗ്നൻസി. ആ പ്രഗ്നൻസിയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള ഭ്രൂണ വളർച്ചയുടെ കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ 1 month ഓഫ് പ്രഗ്നൻസി, 1 മാസം, അതായത് 4 ആഴ്ച, 4 ആഴ്ചയൊക്കെ എംബ്രിയോ വളർച്ച പൂർത്തിയാകുമ്പോൾ ഹാർട്ട് ഈസ് ഫോംഡ്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഹാർട്ടാണ്. ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന തലച്ചോറൊന്നുമല്ല, ബ്രെയിനല്ല, ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഹാർട്ടാണ്. അത് 1 month ഓഫ് പ്രഗ്നൻസി, 1 മാസം ഗർഭം ആകുന്ന സമയത്ത് ഹാർട്ട് ഡെവലപ്പ് ചെയ്യും. 2 മാസം ആകുമ്പോഴത്തേക്ക് ലിംസും ഡിജിറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യും. കയ്യും കാലിലെയും വിരലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു 2 മാസമൊക്കെ പ്രായമാകുന്ന സമയത്ത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 മാസം, 12 weeks. ആ സമയത്ത് തന്നെ എല്ലാ ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്തിരിക്കും. സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ പറഞ്ഞാൽ എല്ലാ മേജർ ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്ത് കഴിയും. അതുപോലെ തന്നെ ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. ഇപ്പോൾ ഒരു 3 മാസം പ്രായമായ കുഞ്ഞിനെ സ്കാനിങ്ങിന് വിധേയമാക്കിയാൽ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ സാധിക്കും. ജെനൈറ്റൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് കഴിയും. ഒരു 5 മാസമൊക്കെ പ്രായമാകുമ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് കുഞ്ഞ് കൈകാലുകളൊക്കെ ഇട്ട് ഇളക്കാൻ ആരംഭിക്കും, മൂവ് ചെയ്യാൻ ആരംഭിക്കും. അതുപോലെ തന്നെ തലയിൽ കൊച്ച് രോമങ്ങളുടെ വളർച്ചയും ആരംഭിക്കും. Appearance of hair on the head are also observed by the end of 5th month. അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, 2nd മന്തിൽ ലിംസും ഡിജിറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യും, 3rd മന്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ മേജർ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഫോം ചെയ്യും, 5th മന്തിൽ ഫീറ്റസ് മൂവ് ചെയ്യാൻ ആരംഭിക്കും. By the end of 24 weeks, that is second trimester, that is 6 മാസമൊക്കെ പ്രായമാകുമ്പോൾ, the body is covered with
ഫൈൻ ഹെയർ, കൊച്ച് നനുനനുത്ത രോമങ്ങൾ കൊണ്ട് കവറായിട്ടിരിക്കും. ഐലിഡ്സ് സെപ്പറേറ്റ്സ്, കൺപോളകൾ സെപ്പറേറ്റ് ചെയ്യും. ഐ ലാഷസ് ആർ ഫോംഡ്, കൺപീലികളൊക്കെ ഡെവലപ്പ് ചെയ്യും 6 മാസമൊക്കെ പ്രായമാകുമ്പോൾ. അങ്ങനെ ഒരു 9 മാസം പ്രായമാകുമ്പോഴത്തേക്കും ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് ഈസ് റെഡി ഫോർ ഡെലിവറി. ഡെലിവറിക്ക് വേണ്ടി റെഡിയാകും. ഒരു 9 months ആണ് ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. അപ്പോൾ ആ ഒരു പീരീഡിനെയാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. The average duration of human pregnancy is about 9 months, which is called the gestation period. അപ്പോൾ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ, നേരത്തെ യൂട്രസിൻ്റെ ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട് മയോമെട്രി, മസിൽ ലെയർ. മസിൽ ലെയർ കോൺട്രാക്റ്റ് ചെയ്യാൻ ആരംഭിക്കും. Vigorous contraction of the uterus at the end of pregnancy causes expulsion or delivery of the fetus. The process of delivery of the fetus is called parturition or childbirth. അപ്പോൾ ആ മസിൽ ലെയർ, മയോമെട്രിയൽ ലെയർ, അത് കോൺട്രാക്റ്റ് ചെയ്യാൻ ആരംഭിക്കും. അതിനാണ് നമ്മൾ കോൺട്രാക്റ്റ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ വേദന ഉണ്ടാകും. അപ്പോൾ അതിനാണ് ഡെലിവറി പെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ആ മസിൽസിനെ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിഫ്ലക്സിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. ആ റിഫ്ലക്സ് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരും കൂടെ ഓർമ്മിക്കണം, ഓക്സിടോക്സിൻ. ഓക്സിടോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഡെലിവറി പെയിൻ ഉണ്ടാക്കുന്ന ഹോർമോൺ. അപ്പോൾ പ്രഗ്നൻസി പീരീഡ് പൂർത്തിയായ ഒരു ലേഡിക്ക് ഡെലിവറി പെയിൻ ഉണ്ടാകുന്നില്ല എങ്കിൽ ഡോക്ടേഴ്സ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മെഡിസിൻ എന്തായിരിക്കും? ഒരു ഹോർമോൺ ഡോക്ടർ ഇഞ്ചെക്റ്റ് ചെയ്തു, എന്താണ് ആ ഹോർമോണിൻ്റെ പേര് എന്ന് ചോദിച്ചാൽ അവിടെ ഈ പേര് ഓർമ്മിക്കുക, ഓക്സിടോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിടോസിനും വാസോപ്രസിനും. അപ്പോൾ അതിൽ ഈ ഓക്സിടോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ. അപ്പോൾ ആ റിഫ്ലക്സ് കൂടിക്കൂടി വന്നിട്ട് കുഞ്ഞ് ആദ്യം പുറത്തേക്ക് വരുന്നത് കുഞ്ഞിൻ്റെ തലയാണ് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ദാറ്റ് ലീഡ്സ് ടു ദ എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ദ ബർത്ത് കനാൽ. പാർച്ചുറിഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർച്ചുറിഷൻ. അപ്പോൾ പാർച്ചുറിഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സെക്കൻഡ് കോൺട്രാക്ഷൻ നടന്നിട്ട് പ്ലാസൻ്റയും പുറത്തേക്ക് വരും. Soon after the infant is delivered, the placenta is also expelled out of the uterus. യൂട്രസിൽ നിന്നും പ്ലാസൻ്റയും പുറത്തേക്ക് വരും. അപ്പോൾ അടുത്ത മറ്റൊരു ടോപ്പിക്കാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ലാക്ടേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ മുലപ്പാൽ കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് കുഞ്ഞിന് ആദ്യം കിട്ടേണ്ടതും അതുപോലെ തന്നെ ധാരാളമായിട്ടും കിട്ടേണ്ടതുമായിട്ടുള്ള ഫുഡാണ് അമ്മയുടെ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസാണ് മാമറി ഗ്ലാൻസ്. അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ തന്നെ മാമറി ഗ്ലാൻസും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മാമറി ഗ്ലാൻസിൽ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ തന്നെ മിൽക്ക് ഇജക്ഷൻ നടക്കും. മിൽക്ക് ഇജക്ഷൻ നടന്നിട്ട് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലാക്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക്, അതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് കൊളസ്ട്രം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് കൊളസ്ട്രം. അപ്പോൾ ഈ മിൽക്കിൽ ധാരാളം ആൻറ്റിബോഡീസ് ഉണ്ടാവും. രോഗപ്രതിരോധ ശേഷി കുഞ്ഞിന് കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുള്ള മിൽക്കാണ് കൊളസ്ട്രം. അതുകൊണ്ടാണ് അമ്മയുടെ പാല് കുഞ്ഞിന് കൃത്യമായിട്ടും കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഒരുപാട് രോഗങ്ങളിൽ നിന്നുള്ള രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഈ മിൽക്ക് അത്യാവശ്യമാണ്. ആ മിൽക്കിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രം. അപ്പോൾ ഓർമ്മിക്കുക, കൊളസ്ട്രത്തിൻ്റെ പ്രാധാന്യമൊക്കെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. which contains several antibodies absolutely essential to develop resistance for the newborn babies.
ബ്രസ്റ്റ് ഫീഡിംഗ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ പീരീഡ് ഓഫ് ഇൻഫൻറ്റ് ഗ്രോത്ത് ഈസ് റെക്കമെൻഡഡ് ബൈ ഡോക്ടേഴ്സ് ഫോർ ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി ബേബി. അപ്പോൾ ഇത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ കുറച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ലോഗിൽ എഴുതാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധയോടെ വായിക്കുക. വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് എഴുതി അയച്ചു തരിക. താങ്ക് യു.